ഗൈസ് വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഓറവൈറ്റി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഡിസ്പ്ലേയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ നമ്മൾ നേരെ ഒന്ന് സ്കിന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു കിഡിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഓറ അല്ലേ, മിസ്റ്റർ ഓറ. അപ്പോൾ മിസ്റ്റർ ഓറയായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഒരു ചെറിയൊരു സ്റ്റാർട്ടർ ബേസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റാർട്ടർ ബേസ്. ആകിച്ചൊരു ഇതുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇച്ചിരി മാറണമെന്ന് വെച്ചാൽ മാറാം. നമുക്ക് നല്ലൊരു സ്ഥലത്ത് പോയിട്ടൊരു വീഡിയോ വയ്ക്കാം. ഒരു പ്ലെയിൻ സ്ഥലത്ത് പോയിട്ട് വീഡിയോ വയ്ക്കണോ അല്ലെങ്കിൽ ഇവിടെ വീഡിയോ വയ്ക്കണോ എൻ്റെ ഒരു തീരുമാനം. നമുക്ക് ഇവിടെ ഇട്ട് വേണ്ട, പ്ലെയിൻ ഏരിയയിൽ പോയി വീഡിയോ വെച്ചാലോ. പ്ലെയിൻ ഏരിയ തപ്പിപ്പോയി ഇവിടെ നമ്മളെ പീസിന്നെല്ലാം പൊട്ടിച്ചേക്കാണ്. നമുക്കൊരു അയൺ പണമായിട്ട് പോലില്ല. നമുക്ക് അയൺ മൈൻഡ് ചെയ്യാനൊക്കെ പോവാം. ഇനി നമുക്ക് അയണൊക്കെ മൈൻഡ് ചെയ്യാൻ പോകണം. അതാണ് വേറെ പ്രശ്നം. പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഷീപ്പിനെയൊക്കെ വന്നിട്ട് എലിപ്പൊന്ന് ഫുഡ് ഉണ്ടാക്കും. നമ്മുടെ ഇത് 4 കോൾ ഇരിപ്പുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ടോർച്ച് ഉണ്ടാക്കിയില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കി വെച്ചിരുന്ന കോളായിരുന്നു ഞാൻ ഉണ്ടാക്കാൻ ഇച്ചിരി ഫുഡ് കളിക്കുന്നത്. നല്ലത് ഗൈസ്. അതാണ് പെട്ടെന്നാണെങ്കിൽ ഇതും പെട്ടെന്ന് പോയിട്ട് ഗൈസ് ഇവിടെ നമുക്ക് പെട്ടെന്നൊരു വില്ലേജ് കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ വില്ലേജ് കണ്ടുപിടിക്കാനായിട്ട് കണ്ട നമ്മുടെ ഇവിടെ ഒരു പംകിൻ സീഡുണ്ട്. തൊട്ടടുത്ത് എവിടെയോ ഒരു വില്ലേജ് ഉണ്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് നേരെ അങ്ങോട്ട് വിട്ടുപിടിക്കാം. വിട്ടൊക്കെ കയ്യിലുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ അടുത്ത് രാത്രി ആകുമ്പോൾ കിടന്നുറങ്ങാമല്ലോ. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ പിക്കിനൊക്കെ തല്ലിക്കില്ല അത്രയുള്ളൂ. നമ്മൾ പിക്കിലൊക്കെ തല്ലിക്കണം. എന്നിട്ട് നമുക്ക് വേറൊരു പെട്ടെന്നൊരു വില്ലേജ് കണ്ടിരിക്കണം. അത് നമുക്ക് ബോട്ട് വഴി പോകാം. ഒരു അവിടെ തന്നെ ഒരു ഇതുണ്ട്. ഒരു ബോട്ട് ഉണ്ടാക്കാം. നമുക്ക് ബോട്ട് വെച്ചെടുക്കാം. ശരി ഷീപ്പിനൊക്കെ ഒന്ന് തട്ടി നീതായിട്ട് നേരെ വെച്ച് പിടിക്കാണ്ട് നേരെ സ്ഥലത്ത് എത്താവുന്ന ഷോട്ടിലേക്കാണ് വേണ്ടത്. ഷോട്ടിലെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അതാണ് വേറെ പ്രശ്നം. നേരെ വെച്ചൊട്ടിക്കാണ്. പട്ടിക്കുട്ടി കടിക്കാനും പറിക്കാനും നമ്മളൊരു പ്ലെയിൻ ഏരിയയിൽ എത്തിയെന്നുണ്ടെങ്കിൽ നമ്മൾ തൊഴിഞ്ഞൊന്നും പോകേണ്ടതില്ല. പ്ലെയിൻ ഏരിയയിൽ എത്തുന്നുണ്ട്. നല്ലൊരു ടെസ്റ്റർ പാക്ക് ഇടുന്നു. ടെസ്റ്റർ പാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളൊരു സ്ഥലത്ത് എത്തിയുണ്ട്. നമ്മൾ പ്ലെയിൻസിൽ എത്തിയുണ്ട്. പ്ലെയിൻസിൽ നോക്കട്ടെ.
നമ്മൾ പ്ലെയിൻസിലാണ് ഇട്ടേക്കണം. പ്ലെയിൻസിന് പറയാം അത് നമ്മൾ പ്ലെയിൻസിലാണ് ഇട്ടേക്കണം. വില്ലേജ് കിട്ടണം വില്ലേജ്. അങ്ങനെ ഞങ്ങൾക്ക് തന്നൊരു വീടൊക്കെ ആവശ്യമുണ്ടാവില്ലേ. നമുക്കിവിടെ പ്ലെയിൻസാണ്. കുഞ്ഞിൻ്റെ മണ്ടയിൽ നിരക്കൊത്തിട്ട് വീട് വെച്ചാലോ. സാധാ സിമ്പിൾ വീട്. ഒരു ശവലുണ്ടാക്കിയിട്ട് ഏരിയ ഒന്ന് കഴിഞ്ഞാട്ടെ എന്നിട്ട് ഞങ്ങൾ കാണിക്കാം. കുറേ ഇതൊക്കെ ആക്കി നമ്മളിവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ചെറിയൊരു വീട് സെറ്റാക്കാം. എന്നിട്ട് നമ്മൾ ചെറിയ വീട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് പാട്ടൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി സെറ്റാക്കാം. അതുകൊണ്ട് ഞാൻ ബിൽഡിങ്ങുള്ള റിസോഴ്സും കംപ്ലീറ്റ് എടുക്കട്ടെ. നമുക്ക് കുറച്ച് ഫുഡ് വണ്ടിയിലുണ്ട്. ഇനി ഇത് സെറ്റാക്കണം. പിന്നെ മൈൻഡ് ചെയ്ത റിസോഴ്സസ് എടുത്തിട്ട് കാണിക്കാം. അപ്പം നമ്മൾ കോബിൾ സ്റ്റോണൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. 4 സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് കളക്ട് ചെയ്യണത്. ഞാൻ ഇച്ചിരി മരം മുറിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ നട്ട് വെച്ചു. അതിൻ്റെ ഇതൊക്കെ കിട്ടിയത്. നമുക്ക് ഒന്നുകൂടി പോയി മരം മുറിക്കണം. എന്നിട്ട് കുറച്ചും കൂടി ഇത് വേണം. എന്നാലും ഇവിടെ ബേസിനുള്ള ഇതാവുള്ളൂ, വുഡാവുള്ളൂ. ഇത് മുറിച്ചിട്ട് ഞാൻ നിങ്ങളെ ഇത് ചെയ്യാം, കാണിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് വുഡൊക്കെ കളക്ട് ചെയ്തതിൽ കുറച്ച് വുഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ലോഗ് ഇച്ചിരി ഇരിപ്പുണ്ട്, ഓക്ക് ലോഗ് ഇച്ചിരി ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലോഗൊക്കെ ആവശ്യം വരും. അപ്പോൾ നമുക്ക് നേരെ വീട് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് അങ്ങനെ വുഡൊക്കെ എടുത്ത് കയ്യിലോട്ടെ. ഇത് പിന്നെ വെക്കാം. ഇവിടെ തീരുന്നു. ഇങ്ങനെ പക്ഷേ നമുക്കൊരു 14x7 ചെയ്യാം എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 9 10 അതിനൊന്നുണ്ട്. നമുക്ക് ഇതൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഗൈസ് നമ്മൾ കുറേ നേരം ഇത് വീടിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. പിന്നെ വീട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫുള്ള് ഇൻറ്റീരിയറും അങ്ങനെ വാൾസൊന്നും ആയിട്ടില്ല. പിന്നെ നമ്മൾ കുറേ മൈൻ ചെയ്തു. ഇപ്പം ഞാൻ കട്ടിൽ രാത്രി മൈനിങ്ങിന് അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ രാത്രി ഉറങ്ങാൻ നോക്കുമ്പോൾ സോംബികൾ പിന്നെ നിൽക്കാൻ വയ്യ. ഞാൻ അപ്പം എല്ലാം കൂടി ഒന്ന് ഓടിക്കണം. ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഉള്ളിൽ അടച്ചു കൂട്ടിയിരിക്കുകയാണ്. കുറേ സാധനങ്ങളൊന്നും കിട്ടിയില്ല. കുറേയൊക്കെ ഞാൻ ടെസ്റ്റിലൊക്കെ വെച്ച് പിന്നെ വീടിൻ്റെ പരിപാടിക്ക് വേണ്ടി മൈൻ ചെയ്ത് തുടങ്ങിയതാണ്. മറ്റേ അതിൻ്റെ രാവിലെ കല്ലൊക്കെ ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ. ക്രീപ്പറും സംഗീതവും
അതിൻ്റെ ഉള്ളിൽ. നമുക്ക് പുതിയ മോബ് ഫാമൊന്നും വേണ്ടിയിട്ട് മതി. നമുക്കവിടെയൊക്കെ കിടലായിട്ട് കിട്ടില്ല. നമുക്ക് എന്താ എല്ലാത്തിനും വിളിച്ചു വരുത്തില്ല. ഇന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഇന്ന് വാ മക്കളെ, ഇവിടെ ഇന്ന് വാ ചേട്ടൻ പറയാം. അപ്പോൾ ഞാൻ ഇവിടെ ഒക്കെ നിരപ്പാക്കി കുറച്ച് അല്ലെങ്കിൽ ഇവിടെ നിരപ്പാക്കി വീടിൻ്റെ പണി തുടങ്ങി. പിന്നെ അതൊക്കെ മേടിച്ചിട്ട് കല്യാണം കഴിയില്ല. കളിച്ചതൊക്കെ മരോടില്ല. അങ്ങനെ കുറേ ഇതേ പോയിട്ട് മരം മുറിക്കുന്നൊന്നും സാധനം ചെയ്ത നട്ട് വെച്ചിട്ട് കുറേ നേരം എടുത്ത് ഇത് വളർന്നു വരും. ഇത് വളർന്നു എടുക്കല്ലേ. ഉപ്പുമാര് വന്ന് തന്നെ അടിച്ചാൽ ഞാൻ വരും. മരത്തിൻ്റെ ആവശ്യം ഇച്ചിരി കൂടുതലാണ്. ഇവിടെ ബീഹേവ് ആക്കിയിട്ടുണ്ട്. മരം നിന്നിട്ട് മരം വെട്ടിയിട്ട് ബീഹേവ് ഓടിക്കണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ കണ്ട കുറേ മരങ്ങൾ വെട്ടിയൊക്കെയാണ്. ഞാൻ വേറെ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കിടിലായിട്ട് സാഡായെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് സാഡായിപ്പോയി ഇത് കണ്ടപ്പോൾ, ഈ സാധനം കണ്ടപ്പോൾ. പക്ഷെ എന്തെങ്കിലും മൈൻഡ് ചെയ്യാനും ഒരു സാധനമില്ല. ആ സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാഡായത്. സന്തോഷമായി, പക്ഷേ അപ്പം തന്നെ ഭയങ്കര സാഡായി. ഭയങ്കര മൈൻഡ് കാണിച്ചാൽ ഞാൻ അത് തൊട്ടപ്പുറത്തൊരു കുഴി ചോദിച്ചാൽ മൈൻഡ് ചെയ്തോളിക്കും. ഇവിടെയൊക്കെ നിരപ്പാക്കണം. ഇതാണ് നമ്മുടെ വീടിൻ്റെ കോലം. വീട് സെറ്റായിട്ടില്ല. ഇവിടെയൊക്കെ ഉള്ളിലൊക്കെ കുറേ ഗ്ലാസ്സൊക്കെ ഇട്ടുണ്ട്. അത് ഞാൻ വെച്ച് തുടങ്ങണം. നമുക്ക് നാളെ ഇതിൻ്റെ പണി ആയാണ്ട് ഒരു കാര്യം ചെയ്യാം. വീടിൻ്റെ പണി നാളെ കിച്ചൻ്റെ ചെയ്യാൻ ഒക്കെ ഞാൻ ഇതിനാണ് ഉണ്ടാക്കിയതാ. കുറേ നേരം പിന്നെ ഞാൻ കുറേ വട്ടം ചസ്റ്റൈൻ ചെയ്തു മരടിയൊക്കെ കൊണ്ട്. കുറേ നേരം ഇന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയെങ്കിലും ആയി തന്നെ. ഇതാണ് നമ്മുടെ വീടിൻ്റെ പോലെ. ഇപ്പം ഇത് വെറുതെ വെച്ചേക്കുന്നതാണ് ഈ സ്റ്റെപ്പൊക്കെ. നമുക്കിത് ഉണ്ടാക്കണമെന്നാണ് ഇത് കണ്ട. ഇനി ഇവിടെ ഇനി അത് സെറ്റാക്കണം. ഇനി ഗ്ലാസ്സൊക്കെ വെക്കണം. കുറേ പരിപാടിയുണ്ട്. നമ്മളെ മൈനിങ് ഏരിയ കാണിച്ചിടാം. പിന്നെ വേറെ നമുക്ക് പെട്ടെന്ന് ഒരു അയൺ കണ്ടുപിടിക്കുക. പോയിട്ട് അയൺ ടൂൾസ് ആവണം പെട്ടെന്ന് തന്നെ. ഞാൻ പിന്നെ മൈൻഡ് ചെയ്ത് കുറേ അങ്ങ് പോയി. ഇഷ്ടം പോലെ അങ്ങ് അടിയിലേക്ക് അങ്ങ് പോയിട്ടുണ്ട്. പിന്നെ മടുത്ത് മൈൻഡ് ചെയ്ത് പിന്നെ സങ്കടമായി. പിന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു കാണിച്ചത്. ഇവിടെ നിന്നാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ഇതൊക്കെ കളക്ട് ചെയ്തത്. പിന്നെ അടിയിലേക്ക് കുഴിച്ച് പോയിട്ട് കുറേ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ നിർത്തി. ഞാൻ അപ്പോൾ വിചാരിച്ച് ഇവിടെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ച് അടിയിലേക്ക് കുഴിച്ചപ്പോൾ കുറേ കിട്ടില്ല. അങ്ങനെ കുഴിച്ച് കുറേ പോയി. എനിക്ക് ഹാർട്ട് ചെയ്തു. ഞാൻ അത്രയും തെറ്റില്ല. ഹാർട്ട് ഒന്ന് എടുക്കേണ്ടില്ല. ഞങ്ങളുടെ ലാവ ഒഴുകണ്ടാണ് അല്ലാണ്ട് പൂളല്ല. പിന്നെ അടിയിലും അങ്ങോട്ട് ലാവ പൂളുണ്ട്. ഞങ്ങളെല്ലാം കണ്ട് ഈ സൈഡിൽ വരുന്നുണ്ട്. ലാവ ഒഴുകണം മാത്രമല്ല, അല്ലാണ്ട് ലാവ പൂളില്ല. പിന്നെ അവിടെ അടച്ചു വെച്ചേക്കണം.
ഇവിടെ ഇട്ട് പറഞ്ഞാൽ ലാവ ഒരെണ്ണം കണ്ടിരുന്നു. അടിയിൽ സൗണ്ടൊക്കെ ഞാൻ കുറിച്ച് നോക്കിയതാ. അപ്പോൾ നേരെ ചെന്നത് ലാവയുടെ മറ്റേ ഒഴുകുന്ന ലാവില്ലേ അതിൻ്റെ അടുത്തേക്ക്. അവിടെ ആയിട്ട് ചെറിയൊരു പൂള് പോലെ ഞാൻ കണ്ടിരുന്നു. എനിക്ക് ഉണ്ടോയെന്നറിയില്ല. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡയമണ്ട് കിട്ടി. ഇത് കുറേ ഉണ്ട്. ഞാൻ കുഴിച്ച് പോയി മൈൻഡ് ചെയ്തത് ബെഡ് റോക്ക് വരട്ടെ. അപ്പം ഈ സാധനം കണ്ടത് പൊട്ടിക്കാനായിട്ട് മറ്റേ ഡയമണ്ട് ഇതില്ല, എന്നിട്ട് അയൺ ടൂൾസ് ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ നെഞ്ച് കിട്ടിയത് കുട്ടിക്ക് കാര്യമാണ്. എത്ര കണ്ടുണ്ട്? 1 2 2 3 4 5 5 5 ഇല്ല. 3 പൊട്ടി. ഞാൻ സ്റ്റോണ്ടുണ്ടാക്കി നമ്മുടെ ഇതില്ലല്ലോ, അതിനില്ലല്ലോ. അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പം നമ്മുടെ വീട് പണി പകുതി കഴിയാറായുണ്ട്. ഇനി നാളെ നമുക്കൊരു അയൺ ടൂൾസ് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. പിന്നെ നമ്മുടെ ഇനി ഫുഡ് അധികം ഇല്ല എൻ്റെ കയ്യിൽ. അപ്പം ഞങ്ങൾക്ക് ഒരു ഫാം ഉണ്ടാക്കാം, ചെറിയ ഒരു സ്റ്റാർട്ടർ ഫാം ആക്കാം നമുക്ക്. പിന്നെ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ലവ് യു ഗൈസ്, ടാറ്റാ.